സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബാലതാരങ്ങൾക്കും കുട്ടികളുടെ ചിത്രത്തിനും അവാർഡ് നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. അവാർഡ് നിഷേധത്തിൽ സർക്കാരിനെ വിമർശിച്ച് ബാലതാരങ്ങളും സംവിധായകരും സിനിമാ പ്രവർത്തകരും രംഗത്തെത്തി. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമാണ് ആദ്യം പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. വരുന്ന തലമുറയ്ക്ക് നേരെ സർക്കാർ കണ്ണടയ്ക്കുകയാണെന്ന് ബാലതാരം ദേവനന്ദ കുറിപ്പെഴുതി. കുട്ടികളുടെ വീക്ഷണകോണിലുള്ള മികവുള്ള ചിത്രങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഇന്നലെ പറഞ്ഞത്. അതേസമയം അർഹമായ ചിത്രങ്ങൾ ഇല്ലാത്തതിനാലാണ് അവാർഡ് പ്രഖ്യാപിക്കാത്തത് എന്ന് മന്ത്രി സജി ചെറിയാനും വിശദീകരിച്ചു. ജൂറി നീതി നിഷേധിച്ചോ എന്നാണ് ഹോട്ട് ടിയാൻ ടോക്ക് ചോദിക്കുന്നത്. CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയും ചലച്ചിത്ര അക്കാദമി അംഗവുമായ N അരുൺ, ചലച്ചിത്ര നടൻ കണ്ണൻ നായർ എന്നിവരാണ് ചേരുന്നത് ചർച്ചയിൽ. ആദ്യം അരുണിലേക്ക് പോയാൽ, അരുൺ, ഒരു ചലച്ചിത്ര പുരസ്കാരം എന്ന് പറയുമ്പോൾ ജൂറിയുടെ വാക്ക് തന്നെയാണ് അതിനകത്ത് അന്തിമം. അപ്പോഴും നമുക്കറിയാം, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലുള്ള സിനിമകൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെ അടക്കം വിദ്യാഭ്യാസ മന്ത്രിയെ അടക്കം സ്വാധീനിച്ച ഒരു ചിത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് റൂമുകളിലൊക്കെ മാറ്റം വരുത്തും എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിത്രങ്ങൾ മുന്നിലെത്തിയിട്ട് പോലും അതൊന്നും യോഗ്യതയില്ലാത്തതാണ് എന്ന് പറഞ്ഞതിനെ എതിരെ വലിയ തോതിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ വിഷയത്തിൽ എന്തടിസ്ഥാനത്തിലാണ് സർക്കാരിനെ വിമർശിക്കുന്നത് എന്നാണ്. ഒന്നാമത്തെ കാര്യം, ആ കുഞ്ഞിനെ തെറ്റിദ്ധരിപ്പിച്ച് ആരോ എഴുതിപ്പിച്ചതാകാം. കാരണം ഇപ്പൊ ലക്ഷ്മി തന്നെ പറയണ്ടേ, ജൂറിയാണ് അതിന്റെ തീരുമാനം എടുക്കുന്നത്. മറ്റാർക്കും അതിൽ യാതൊരു സ്വാധീനവും ഇല്ല. ചില ഘട്ടങ്ങളിൽ ജൂറിയിൽ അല്ലെങ്കിൽ ജൂറിയുടെ നടപടികളിൽ ബന്ധപ്പെട്ട ചില ആളുകൾ ഇടപെട്ടതിനെ തുടർന്ന് വിവാദം ഉണ്ടായതടക്കം നമുക്കറിയാം. പക്ഷേ അതിനുശേഷം അത്തരത്തിൽ ഒരു വിവാദമോ അത്തരത്തിലൊരു പരാതിയോ ഉയർന്നു വന്നിട്ടില്ല. ഇവിടെ ചർച്ചയാകേണ്ട വിഷയം അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, ജൂറി എന്തുകൊണ്ട് മികച്ച ബാലചിത്രത്തിന് അവാർഡ് കൊടുത്തില്ല, മികച്ച ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുത്തില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ അംഗം എന്ന രീതിയിൽ പറയുകയാണ്, ചലച്ചിത്ര അക്കാദമിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ബന്ധവുമില്ല. ഇത്തരം കാര്യങ്ങളിൽ അതിന്റെ അവസാന വാക്ക് എടുക്കുന്നത് അതിന്റെ ചെയർമാൻ ആയിരിക്കും. പ്രശസ്ത ചലച്ചിത്രകാരൻ കൂടിയായിട്ടുള്ള പ്രകാശ് രാജാണ് അതിന്റെ ചെയർമാനായിരുന്നത്. ഇപ്പോ നമുക്കറിയാലോ, ഇപ്പോ ഇതിന്റെ അകത്ത് അവര് പറഞ്ഞിട്ടുള്ള മറുപടി അത് തന്നെയാണ് എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വിഷു അറിഞ്ഞത് 4 സിനിമകളെ ഈ കാറ്റഗറിയിലേക്ക് വന്നു. ആ 4 സിനിമകളും അത്തരത്തിൽ ബാലചിത്രത്തിന്റെ ആ ഒരു കൺസെപ്റ്റിൽ കാണാവുന്ന സിനിമകളായിരുന്നില്ല. സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്, അങ്ങനെ സിനിമകൾ വരുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ അതിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ബാല സിനിമ എന്ന അർത്ഥത്തിൽ കാണാവുന്ന ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുക എന്നുള്ള രീതിയാണ്. ശരിക്കും ബാല സിനിമ ആകാറില്ല. അപ്പോ അവാർഡ് കൊടുക്കാൻ വേണ്ടി കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. അടുത്ത പ്രാവശ്യത്തേക്കെങ്കിലും അത്തരത്തിൽ കൃത്യമായ ഒരു ബാലചിത്രം എന്ന കൺസെപ്റ്റിൽ കാണാവുന്ന എന്ന ഒരു അത്തരത്തിലുള്ള ഒരു സിനിമ വരണമെങ്കിൽ ഒരു പ്രാവശ്യം മാറ്റി നിർത്തണം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം എന്നൊരു അഭിപ്രായം ഉയർന്നതിനെ തുടർന്നാണ് ആ ഒരു കാറ്റഗറിയെ വേണ്ടെന്ന് വെച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ബാലതാരങ്ങളെ സംബന്ധിച്ചുള്ള അവാർഡിന്റെ കാര്യത്തെ കുറിച്ച് എനിക്ക് ധാരണയില്ല. അപ്പോ ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുക്കുന്നത് ബാലചിത്രത്തിൽ നിന്ന് തന്നെ വേണമെന്നില്ല, ഏത് സിനിമയിൽ നിന്ന് കൊടുക്കാം. അപ്പോ അതിനെ സംബന്ധിച്ച് ജൂറിയുടെ കാഴ്ചപ്പാട് എന്താണെന്നതിനെ കുറിച്ച് ധാരണയില്ല. എനിക്ക് പറയാനുള്ളത്, കുട്ടികളുടെ ചിത്രം എന്ന രീതിയിൽ നല്ല സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോ തമ്പ് ഉൾപ്പെടെയുള്ള ഒരു ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും ലോകപ്രശസ്തമായിട്ടുള്ള ബാലചിത്രങ്ങൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ സമീപകാലത്തും വന്നിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി നമുക്ക് തന്നെ അറിയാം, ഞാനും ഒരു കുട്ടികളുടെ ചിത്രത്തിന്റെ പണിപ്പുരയിലായിരുന്നു. താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളതാണ്. അപ്പോ അത്തരത്തിൽ ഒരു നല്ല സിനിമ ഉണ്ടാക്കുക എന്നുള്ള ആഗ്രഹം കുട്ടികളുടെ സിനിമ കാണുകയും അതൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ പൊതുവെ മറ്റു ഭാഷകളിലൊക്കെ വരുമ്പോഴും മലയാളത്തിൽ വരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജൂറി എത്തിയത് നല്ല ലക്ഷണമൊത്ത കുട്ടികളുടെ സിനിമകൾ വരാൻ വേണ്ടിയാണ്. ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുക്കാത്തതിനെ കുറിച്ച് എനിക്ക് ധാരണയില്ല. എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ദേവനന്ദ എന്ന് പറയുന്ന ആ മോൾ അത്തരത്തിൽ ഒരു അഭിപ്രായം ഫേസ്ബുക്കിൽ എഴുതിയത് ആ കുട്ടിയുടെ അഭിപ്രായം സാധ്യമില്ല. കാരണം ഗവൺമെന്റ് ആണ് അവാർഡ് കൊടുക്കുന്നതെന്നൊക്കെ കുട്ടി കരുതിയിട്ടുണ്ടാകും. ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ യാതൊരു റോളും ഇല്ല. ചലച്ചിത്ര അക്കാദമിയും ജൂറിയെ തീരുമാനിക്കാൻ പോലും ചലച്ചിത്ര അക്കാദമി യോഗം ചേരാറില്ല. അത് അത്തരത്തിൽ സ്വാധീനത്തിന് വിധേയമാകരുത് എന്നുള്ളതുകൊണ്ടാണ് ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെയുള്ള അക്കാദമി അംഗങ്ങളായിട്ട് പോലും ജൂറിയെ സംബന്ധിച്ചുള്ള ആലോചന നടത്തില്ലാത്തത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്തരം അവാർഡുകൾ
ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രോത്സാഹനമാണ്. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ എത്തുമ്പോൾ ബാലതാരങ്ങളുടെ പെർഫോമൻസ് ഒന്നും തന്നെ ആ നിലവാരത്തിൽ ഒത്തില്ല എന്ന് പറയുന്നത് അത് പക്ഷേ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, ആസ്വാദകർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. നമ്മൾ പല ചിത്രങ്ങളിലും കുട്ടികളുടെ മികച്ച പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും തരം ക്രൈറ്റീരിയ ആണോ ഇതിന് അവർക്ക് വിലങ്ങുതടിയായിരിക്കുന്നത്? കുട്ടികളുടെ ചിത്രങ്ങൾ എന്നുള്ള മട്ടിൽ വന്നാൽ മാത്രമേ ബാലതാരങ്ങൾക്കുള്ള അവാർഡ് കിട്ടുകയുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. കാരണം കുട്ടികളുടെ സിനിമയ്ക്കല്ല പലപ്പോഴും ബാലതാരങ്ങൾക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ തന്നെ ഇപ്പോ വലിയ എന്താ പറയുക, ലോകത്തിന്റെ തന്നെ നെറുകയിലെത്തിയ നിരവധി താരങ്ങൾ, അവരൊക്കെ ഇപ്പൊ എന്തിന് കമൽഹാസൻ എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നടനുണ്ട്. അദ്ദേഹത്തിന് ബാലതാരമായിട്ട് അവാർഡ് കിട്ടിയത് കുട്ടികളുടെ സിനിമയ്ക്കൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ശിവാജി ഗണേശനൊപ്പം അഭിനയിച്ചാണ് അവാർഡ് അദ്ദേഹം നേടിയത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല ലക്ഷ്മി, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ സിനിമ മികച്ച കുട്ടികളുടെ ചിത്രം കാറ്റഗറി ഒഴിവാക്കാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുക്കാത്തതിനെ സംബന്ധിച്ച് എനിക്ക് അത് അറിയില്ല. അത് പരിപൂർണമായും ജൂറിയുടെ ഉത്തരവാദിത്തമാണ്. ജൂറിയാണ് അതിന് മറുപടി പറയേണ്ടത്. അതിനകത്ത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചതായി തോന്നുന്നുണ്ടോ? ജൂറിയോട് ചോദിക്കണം. കാരണം നമ്മൾ ഒരു ജൂറിയെ ഇത്തരത്തിൽ ചുമതല ഏൽപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് അക്കാദമി അംഗം എന്ന നിലയിൽ ഞാൻ ഒരിക്കലും അതിൽ പ്രതികരിക്കാൻ പാടുള്ളതല്ല. ചിലപ്പോൾ ജൂറി, നമുക്കറിയാം, ജൂറി ഇപ്പോൾ ഒരു ഓട്ട മത്സരമാണെങ്കിൽ നമുക്ക് 1ാം സ്ഥാനത്തെത്തുന്ന ആളെ കണ്ടെത്താൻ പറ്റും. ഇപ്പൊ അതല്ലെങ്കിൽ ഹൈ ജമ്പ് ചാട്ടാണെങ്കിൽ പറ്റും, ഏറ്റവും കൂടുതൽ ദൂരം ചാടുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ കാണുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾ കാണുന്നത്. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിന്റെയും ഓരോരുത്തരുടെയും ആസ്വാദനത്തിന്റെയും ഓരോരുത്തരുടെയും അറിവിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവാർഡ് നിർണ്ണയിക്കുക. അവാർഡുമായി ബന്ധപ്പെട്ട് ഞാൻ അഭിപ്രായം ഇതിനു മുമ്പ് വിമർശനം നടത്തിയിട്ടുള്ളത് വളരെ വിവാദമാകുന്ന രീതിയിൽ ജൂറിയുടെ പ്രവർത്തനങ്ങളിൽ അധികൃതർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇടപെട്ട സമയത്താണ്. ഏതായാലും ഇപ്രാവശ്യം അത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ കുട്ടികളുടെ സിനിമ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏത് സിനിമയിലും ഇപ്പൊ ഏതായാലും 1 or 2 പേർക്ക് അവാർഡ് അടക്കം കൊടുത്തിട്ടുണ്ട്. ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുത്താൽ ആ കുട്ടികൾക്കൊരു പ്രോത്സാഹനം തന്നെയാണ്. അതിനെ സംബന്ധിച്ച് ജൂറിയാണ് അഭിപ്രായം പറയേണ്ടത്. ശരി, അരുൺ തുടരുക. കണ്ണൻ നായർ കൂടി ചേരുകയാണ്. കണ്ണൻ നായർ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള, അതിന് പിന്നണിയിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. കണ്ണൻ നായർ, നിങ്ങൾക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ചിത്രത്തിന് പുരസ്കാരം കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ജൂറി പറഞ്ഞത് അതിന് യോഗ്യതയുള്ള ചിത്രങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനോടുള്ള പ്രതികരണം എന്താണ് കണ്ണൻ? കുട്ടികളുടെ ചിത്രത്തിലുള്ള അവാർഡ് തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഞങ്ങൾക്കും അറിയാം, നിയമാവലി ഞങ്ങൾക്കും അറിയാം, കുട്ടികളുടെ ചിത്രമായി സെൻസർ ചെയ്ത സിനിമകൾക്ക് മാത്രമേ കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡ് കിട്ടൂ എന്ന നിയമം ഞങ്ങൾക്കും അറിയാം. ഞങ്ങളത് സെൻസർ ചെയ്ത സമയത്ത് തന്നെ ഞങ്ങളത് ബോധവാന്മാരായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളത് ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ സെൻസർ ചെയ്തു എന്നത് സർക്കാരും നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികളും സംസാരിക്കുന്ന ചലച്ചിത്ര അക്കാദമി അംഗവും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം കുട്ടികളുടെ ഒരു ചിത്രമായിട്ട് നമ്മൾ സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനുള്ള മാർക്കറ്റിംഗ് സാധ്യതയൊക്കെ മൊത്തത്തിൽ അടയുകയും ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആൾ വരാതിരിക്കുക, അതൊക്കെ വേറൊരു വിഷയമാണെന്ന് വേണമെങ്കിൽ ഇപ്പോൾ വാദിക്കാം. അങ്ങനെ പോവുകയും അവാർഡ് കമ്മിറ്റിയിൽ പോലും കുട്ടികളുടെ ചിത്രത്തിന് വേണ്ടി നമ്മൾ സെൻസർ ചെയ്തൊരു സിനിമ അയക്കുമ്പോൾ അത് കുട്ടികളുടെ ചിത്രം കാറ്റഗറിയിൽ മാത്രമേ അത് പരിഗണിക്കൂ. അത് ജനറൽ കാറ്റഗറിയിലെ മറ്റൊരു അവാർഡിനും ആ സിനിമ പരിഗണിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു. അപ്പോൾ ഒറ്റ കാറ്റഗറിക്ക് വേണ്ടി നമ്മളൊരു സിനിമ എടുക്കണോ, അതോ ഈ പറയുന്ന 40 കാറ്റഗറിക്ക് വേണ്ടി നമ്മളൊരു സിനിമ ഉണ്ടാക്കണോ? നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ അതിലെ എല്ലാ മേഖലയും നന്നാക്കാൻ വേണ്ടി നന്നായി ഇരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. സിനിമയെക്കുറിച്ച് മികച്ച കുട്ടികളുടെ ചിത്രത്തിലുള്ള അവാർഡ് കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നലെ ജൂറി ചെയർമാൻ നടത്തിയ ഒരു പരാമർശമാണ് ഞങ്ങൾ അധികം വേദനിപ്പിച്ചത്. കാരണം കുട്ടികളുടെ അഭിനയത്തിൽ യാതൊരു തരത്തിലുള്ള പരിശ്രമവും ഉണ്ടാകുന്നില്ല, കുട്ടികളെ സംവിധായകർ പറയുന്നതിൽ പോലെ മാത്രം അഭിനയിക്കുന്ന പാവകളാക്കി മാറ്റുന്നു എന്നുള്ള തരത്തിൽ ജൂറി ചെയർമാൻ്റെ പരാമർശമാണ് ഞങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കാൻ ബാധ്യസ്ഥരാക്കിയത്. കാരണം എല്ലാ സിനിമകളിലും എല്ലാ നടന്മാരും, ഞാൻ ഉൾപ്പെടെയുള്ള നടന്മാർ സംവിധായകർ പറയുന്നത് തന്നെയാണ് ചെയ്യുന്നത്, അതിനപ്പുറത്തേക്കല്ല നമ്മൾ ചെയ്യുന്നത്. അത് കുട്ടികളായാലും ശരി, മഹാനടന്മാരായാലും ശരി, അതങ്ങനെ തന്നെയാണ്, സംവിധായകർ തന്നെയാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഫൈനൽ റൗണ്ടിലേക്ക് ഈ സിനിമ എത്തിയിട്ടില്ല. എത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിലെ കുട്ടികളുടെ പ്രകടനത്തെ കാണാതിരിക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ലായിരുന്നു. അതിന് ഏത് മാനദണ്ഡം വെച്ച് അളന്നാലും ഇപ്പോൾ നമുക്ക് പറയാം നിലവാരമില്ലായിരുന്നു എന്നുള്ളൊരു വാക്കാണ് ജൂറി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഈ നിലവാരം അളക്കുന്ന തോത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പക്ഷേ മറ്റ് അവാർഡുകളൊക്കെ വളരെ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ
കുട്ടികളെ പരിഗണിക്കുന്നത്. ഇപ്പം ഇന്നും മന്ത്രി പറഞ്ഞു, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു, അടുത്ത വർഷം ഉറപ്പായും കുട്ടികളുടെ ചിത്രത്തിന് അവാർഡ് ഉണ്ടാകുമെന്ന്. എന്തടിസ്ഥാനത്തിലാണ് അതങ്ങനെ പറയുന്നത്? കാരണം 2025 2025 നവംബറായി, ഇനി ഒരു മാസം കൂടി ഈ വർഷമുള്ളൂ. ഈ വർഷം സെൻസർ ചെയ്യുന്ന സിനിമകൾക്കാണ് അടുത്ത വർഷം അവാർഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനോടകം തന്നെ മികച്ച കുട്ടികളുടെ ചിത്രം ഇറങ്ങി എന്നാണോ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്? അപ്പോൾ അതെങ്ങനെ പറയാനാവും? തെറ്റുകൾ തിരുത്തണം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടല്ല കുട്ടികളുടെ ചിത്രത്തിന് അവാർഡ് കൊടുക്കാത്തത്. കഴിഞ്ഞ ചില വർഷങ്ങളിൽ, ഇടയ്ക്കിടയ്ക്കുള്ള ഒന്നിടവിട്ടുള്ള വർഷങ്ങളിലൊക്കെയാണ് കുട്ടികളുടെ ചിത്രത്തിന് അവാർഡ് കൊടുത്തിരിക്കുന്നത്. അവാർഡിൽ നമ്മൾ അയക്കുമ്പോൾ ഇതാണ് ഈ കുട്ടികളുടെ ചിത്രത്തിന് അവാർഡ് കിട്ടണമെങ്കിൽ ആ കാറ്റഗറിയിൽ സെൻസർ ചെയ്യണം എന്ന് പറയുന്ന ആ വ്യവസ്ഥയാണ് സത്യത്തിൽ കുട്ടികളുടെ ചിത്രത്തിന് അവാർഡ് കിട്ടാതിരിക്കാനുള്ള ഒരു വിലങ്ങുതടിയായി മാറിയിരിക്കുന്നത്, അല്ലേ കണ്ണൻ പറഞ്ഞതുപോലെ? അതൊരു വലിയ വിലങ്ങ് തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ നിയമത്തിൽ തന്നെ ഭേദഗതികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മനു അങ്കിൾ എന്ന് പറയുന്ന ഒരു സിനിമ, മനു അങ്കിൾ മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അന്നും ഈ നിയമം നിലവിലുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രമാണ് മനു അങ്കിൾ. അപ്പോൾ നിയമത്തിൽ അത്തരം ഭേദഗതികളൊക്കെ വേണമെങ്കിൽ നടത്താം. അതൊന്നും നടത്തണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ സിനിമയ്ക്ക് മികച്ച കുട്ടികളുടെ ചിത്രത്തിലുള്ള അവാർഡ് തരണമെന്നുമല്ല പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ചിത്രത്തിലെ കുട്ടികളുടെ അഭിനയത്തെ കാണാത്ത ജൂറി അതെങ്ങനെയാണ്, അത് ഫൈനൽ റൗണ്ട് വരെ എത്തിയോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അതൊരു പക്ഷേ കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും പ്രകാശ് രാജിനെ പോലെ ഒരു ഫിലിം മേക്കർ, ഒരു നടൻ ഇത്തരത്തിൽ പ്രതികരിക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ പ്രകാശ് രാജിന്റെ അടുക്കലേക്ക് ഇത് എത്തിക്കാണില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അതായത് തുടക്കത്തിൽ തന്നെ ഈ ചിത്രത്തേക്ക് തഴഞ്ഞു എന്നുള്ള ആരോപണമാണോ ഉള്ളത് കണ്ണൻ? കാരണം ഈ ജനറൽ കാറ്റഗറിയിൽ മത്സരിക്കുമ്പോൾ വലിയ സിനിമകളോട് മത്സരിച്ച് ചിലപ്പോൾ ജനറൽ കാറ്റഗറിയിൽ ടോപ്പ് 10 ടോപ്പ് 15 ഒന്നും വരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത്രത്തോളം നമ്മുടെ സിനിമ മികച്ചതെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ജൂറിക്ക് അത് കാണുമ്പോൾ അത്രയും മികച്ചതായിട്ട് തോന്നണമെന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഒരു കാറ്റഗറിക്കുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുകയും അത്തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയി അത് മുകളിലേക്കൊക്കെ എത്തണം. കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഒരു ജൂറി അംഗം പറഞ്ഞതായിട്ട് അറിഞ്ഞു, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നടക്കുന്നത് പോലെ സ്ലോ മോഷനിൽ നടക്കുകയാണ് പിള്ളേർ ചെയ്ത്, ഇതാണോ അഭിനയം എന്നൊരു ജൂറി അംഗം ചോദിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. അതെന്ത് ലോജിക്കാണെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് മാത്രമേ സ്ലോ മോഷനിൽ നടക്കാവൂ, അല്ലെങ്കിൽ സ്ലോ മോഷനിൽ കുട്ടികൾ നടന്നു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ജൂറി ചെയർമാൻ പറഞ്ഞ എന്താണ്, കുട്ടികളുടെ വ്യൂ പോയിന്റിലുള്ള സിനിമകൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഇത്രയും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് പോലും അത് കുട്ടികളുടെ വ്യൂ പോയിന്റിൽ, ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ വ്യൂ പോയിന്റിലാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലുതായി തോന്നും. അവർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അതിൽ കമൻട്രി തോന്നും, അവർ നടക്കുന്നത് സ്ലോ മോഷനായിട്ട് തോന്നും, അവർ നടക്കുമ്പോൾ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് BGM ഉണ്ടാവും. ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ചിന്തയായിട്ട് തന്നെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ല എന്ന് തന്നെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതാണ് അരുൺ, അവരുടെ ഒരു പരാതി ഇതാണ്. പ്രകാശ് രാജിനെ പോലെ ഒരാൾ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ഒരുപക്ഷെ അവരുടെ ചിത്രം അദ്ദേഹത്തിന് മുന്നിൽ എത്തിക്കാണുക തന്നെ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുടെ ചിത്രത്തിന് വേണ്ടി മത്സരിക്കാൻ അങ്ങനെ ഒരു ഒറ്റ കാറ്റഗറിയിലേക്ക് അവർക്ക് മത്സരിക്കേണ്ടി വരും. അങ്ങനെ മത്സരിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ കച്ചവട സാധ്യതകളും കുറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു OTT പ്ലാറ്റ്ഫോമിലാണെങ്കിലും കുട്ടികളുടെ ചിത്രമല്ലേ ഇത് എന്ന് പറഞ്ഞ് അതിന് വിലയിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. സത്യത്തിൽ ഈ കുട്ടികളുടെ ചിത്രം എന്ന് പറഞ്ഞ് സെൻസർ ചെയ്യുന്നത് ഒരു കുറുക്കായി മാറുകയാണ് ഈ സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതും നമ്മൾ ഈ വിഷയത്തിൽ ഇതിനോടൊപ്പം കാണേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു അരുൺ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികളുടെ ചിത്രം എന്നതൊരു പ്രത്യേക കാറ്റഗറിയാണ്. ആ ഒരു കാറ്റഗറിയിൽ മത്സരം നടത്തി അതിൽ നിന്നും മികച്ച കുട്ടികളുടെ ചിത്രം കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാഴ്ചപ്പാട്, അതിന്റെ രീതി അത് തന്നെയാണ്. അപ്പൊ അതിൽ മാറ്റം വരുത്തണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കേണ്ടതാണ്. കുട്ടികളുടെ ചിത്രമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അവാർഡ് കമ്മിറ്റി പരിഗണിക്കുക കുട്ടികളുടെ ചിത്രത്തിൽ മാത്രമായിരിക്കും. ഇപ്പോൾ ഞാൻ പറയാം, ഒരു 75 മിനിറ്റിൽ താഴെയാണെങ്കിൽ നമ്മുടെ ഫെസ്റ്റിവലുകൾക്ക് മത്സരത്തിന് സിനിമയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. അതുപോലെ 90 മിനിറ്റ് നിർബന്ധമാണ് നമ്മുടെ അവാർഡ് കാറ്റഗറിയിലേക്ക്, നമ്മുടെ സ്റ്റേറ്റ് നാഷണൽ അവാർഡ് കാറ്റഗറിയിലേക്ക് മത്സരിക്കാൻ. 89 മിനിറ്റ് ആണെങ്കിൽ പോലും അതിനെ സിനിമയായി പരിഗണിക്കില്ല. അപ്പോ 89 മിനിറ്റുള്ള ഒരു സിനിമ പരിഗണിക്കപ്പെടാതിരിക്കുകയും അവാർഡിന് പരിഗണിക്കപ്പെടാതിരിക്കുകയും ചിലപ്പോൾ ഫെസ്റ്റിവലുകളിൽ പോയി ചിലപ്പോൾ ഉയർന്ന മികച്ച നിലവാരമുള്ള ഫെസ്റ്റിവലുകളിലൊക്കെ അവാർഡ് നേടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പൊ കാറ്റഗറി ബേസ് മത്സരം നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ കുട്ടികളുടെ സിനിമയെ മാത്രം പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പൊ ഇവിടെ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായല്ലോ മനു അങ്കിൾ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച്. ഡെനിസ് ജോസഫ് സംവിധാനം ചെയ്ത വളരെ ഹിറ്റായ ഒരു സിനിമയായിരുന്നു. ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് മാത്രമല്ല നാഷണൽ അവാർഡ് കിട്ടി. കുട്ടികളുടെ സിനിമ ആ കാറ്റഗറിയിലായിരുന്നു അത് പോയത്. അത് വലിയ വിജയ ചിത്രമാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇപ്പോ ഇതിന്റെ കച്ചവട സാധ്യതകളെ കുറിച്ച് എനിക്ക് കാര്യമായ അറിവില്ല. പക്ഷെ അത്തരത്തിൽ ഒരു വിഷയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടതാണ്. ബന്ധപ്പെട്ട ചലച്ചിത്ര അക്കാദമി ആണെങ്കിലും
സാംസ്കാരിക മേഖലയാണെങ്കിലും ഒക്കെ നല്ല ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച് ഈ കുട്ടികളുടെ ബാലതാരങ്ങളുടെ അഭിനയത്തെ സംബന്ധിച്ച് ഈ നിരവധി നല്ല നല്ല അഭിനേതാക്കൾ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. ഈ 2024-ലും 2023-ലും ഒക്കെ നമ്മളടക്കം കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ബാലതാരംഗ അവാർഡ് കൊടുത്തതെന്നുള്ളതിന്റെ മറുപടി ജൂറിയാണ് പറയേണ്ടത്. ഈ സിനിമയിൽ മാത്രമല്ല, ഈ സിനിമയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു കുട്ടികൾ കാഴ്ചവെച്ച് ഞാൻ കണ്ട സിനിമയാണ്. അതുപോലെ വേറെ സിനിമകളും ഉണ്ടായിരുന്നു, പരിഗണിക്കപ്പെടേണ്ട വേറെ സിനിമകളും വേറെ അഭിനേതാക്കളും അടക്കം ഉണ്ടായിരുന്നു, കുട്ടികൾ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചിപ്പോൾ അഭിപ്രായം പറയേണ്ട ജൂറിയാണ്. ഇതിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ പറയാനുള്ളത് ഇക്കാര്യം മാത്രമാണ്. നന്ദി അരുൺ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. കണ്ണൻ നായർ, നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരാതികളുണ്ട്. ഇതിനെയൊക്കെ ഏത് തരത്തിൽ അഡ്രസ്സ് ചെയ്യാനാണ് ഒരുങ്ങുന്നത്? ഇല്ല, ഏത് തരത്തിൽ അഡ്രസ്സ് ചെയ്യാനാണ് അങ്ങനെ ഒരു ലീഗലി പോകാനോ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ജൂറിക്ക് മുന്നിൽ ഒരു സിനിമ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ജൂറിയുടെ വാക്ക് അന്തിമമാണ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മളത് സമർപ്പിക്കാൻ പോകരുത്, ആ മത്സരത്തിന് അയക്കാൻ പോകരുത്. നമ്മളത് ജൂറിയുടെ വാക്കുകൾ ശിരസ വഹിക്കുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും സിസ്റ്റത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന കുട്ടികളുടെ സിനിമ എന്നുള്ളൊരു കാറ്റഗറി തിരിക്കുന്നു, അല്ലെങ്കിൽ ഫൈനൽ 15ലേക്ക് വരുന്ന പ്രകടനങ്ങളല്ലാത്ത സിനിമകളൊന്നും കാണപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ ചില യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നു. ഇപ്പോൾ ഇന്ന് മന്ത്രി പറഞ്ഞു അടുത്ത വർഷത്തേക്ക് ഇത് ശരിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ കുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെട്ടതിന് എതിരെ ഒന്നും പറയാനില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഒരു പുനർവിചിന്തനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇപ്പം അവസരം നഷ്ടപ്പെട്ട കുട്ടികളോട് ഇവർക്ക് എന്താണ് പറയാനുള്ളത്? ജൂറി ആയാലും ശരി, ഇതിൻ്റെ അധികാരികളായാലും ശരി, ചലച്ചിത്ര അക്കാദമി ആയാലും ശരി, അവർ ജൂറിയെ തീരുമാനിക്കുന്നതൊന്നൊരു പങ്കുമില്ല എന്ന് പറയുമ്പോഴും ചലച്ചിത്ര അക്കാദമിയാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പം ഈ കുട്ടികളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകണം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, രണ്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിനിമയെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ ARM-ലായാലും കിഷ്കിന്ധാഖണ്ഡത്തിലായാലും തുടങ്ങി ഒട്ടനവധി മികച്ച ബാലതാരങ്ങളുടെ മികച്ച പ്രകടനം തന്നെ ഉണ്ടായിരുന്ന വർഷമാണ് 2024. അപ്പോൾ അവരോട് അക്കാദമിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അല്ലാതെ ഞങ്ങൾ ഇതിൻ്റെ പുറത്തിനി സർക്കാരിനെതിരെ സമരം ചെയ്യാനും യുദ്ധം ചെയ്യാനും അങ്ങനെയൊന്നുമല്ല. ജൂറിയുടെ തീരുമാനം ഇന്നലെ വന്ന പ്രകാശ് രാജിൻ്റെതായി വന്ന, ജൂറി ചെയർമാൻ്റെതായി വന്ന അത്തരം പരാമർശങ്ങളാണ് ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചതെന്ന് ഒന്നുകൂടി പറയുന്നു. തീർച്ചയായും കുട്ടികൾക്ക് ഇതിനകത്ത് പുരസ്കാരം കിട്ടാതെ പോയത്, അവരുടെ ആ പ്രതിഭ അംഗീകരിക്കപ്പെടാതെ പോയത് തന്നെയാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എന്ന് തോന്നുന്നു. അതൊരു സാധാരണ കലാകാരന് നോർമലി മറ്റു മുതിർന്നവരെ പോലെയുമല്ല, കുട്ടികളെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിരിക്കേണ്ടതാണ്. വളരെയധികം നന്ദി കണ്ണൻ നായർ ഈ വിഷയത്തിൽ ഇവിടെ എത്തി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പുനരാലോചന ഇനിയെങ്കിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.